കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ധനുമാസത്തിലെ തിരുവാതിര നാൾ ഡിസംബർ 27-നാണ്. ഡിസംബർ 26-ന് മകയിരം നാളാണ്. ഈ മഹത്തായ ശ്രീ മഹാദേവൻ്റെ തിരുവാതിര നാളിൽ നമുക്ക് കുടുംബ ഐശ്വര്യത്തിനും ദാമ്പത്യ ഐക്യത്തിനും സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് ഈ തിരുവാതിര നാളിൽ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ദീർഘമംഗല്യത്തിന് ഏറ്റവും ഫലപ്രദമായ വ്രതമാണ് ധനുമാസത്തിലെ തിരുവാതിര വ്രതം. ഭഗവാൻ ശിവൻ്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര. ഭഗവാൻ പരമശിവൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി ആദ്യമായി തിരുവാതിര വ്രതം അനുഷ്ഠിച്ചത് പാർവതി ദേവിയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. കൂടാതെ ശ്രീ പരമേശ്വരനും പാർവതി ദേവിയും തമ്മിലുള്ള വിവാഹം നടന്നത് തിരുവാതിര നാളിലാണെന്നും ഒരു ഐതിഹ്യമുണ്ട്. കാമദേവന് ശിവഭഗവാൻ പുനർജന്മം നൽകിയ ദിവസമായും ഈ ദിവസത്തെ പുരാണങ്ങളിൽ പരാമർശിക്കുന്നു. മിക്ക പ്രധാന ശിവക്ഷേത്രങ്ങളിലും ഈ ദിവസമാണ് ഉത്സവ സമാപനവും ആറാട്ടും നടക്കുന്നത്. തിരുവനന്തപുരത്തെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രവും മാവേലിക്കര കണ്ടിയൂർ ചെങ്ങമനാട് ക്ഷേത്രം, ശുചീന്ദ്രം ക്ഷേത്രം തുടങ്ങിയ പ്രധാന മഹാദേവ സന്നിധികളിൽ ഭഗവാന്റെ തിരുനാളിലാണ് ഉത്സവ സമാപനം നടക്കുന്നത്. ശിവശക്തി സംഗമം നടന്ന ഈ വിശിഷ്ട ദിവസത്തിൽ വ്രതമെടുത്താൽ ശിവഭഗവാന്റെയും പാർവതീദേവിയുടെയും പൂർണ്ണ ചൈതന്യം നമുക്ക് അനുഗ്രഹമായി ലഭിക്കാവുന്നതാണ്. തിരുവാതിരയ്ക്ക് ഇപ്രകാരം ഒരു ഐതിഹ്യമുണ്ട്. ദക്ഷ പ്രജാപതിയുടെ യാഗത്തിൽ ക്ഷണിക്കാതെ പങ്കെടുക്കാൻ പോയ സതീദേവിയെ ദക്ഷരാജാവ് അപമാനിച്ചു. ഇതിൽ മനം നൊന്ത സതീദേവി ദേഹത്യാഗം ചെയ്തു. ഈ വിവരമറിഞ്ഞ ഭഗവാൻ പരമേശ്വരൻ ദക്ഷനെ വധിച്ച് പ്രതികാരം ചെയ്തു. പിന്നീട് ഹിമാലയത്തിൽ പോയി തപസ് അനുഷ്ഠിച്ചു. സതീദേവി പാർവതി ദേവിയായി പുനർജനിച്ച് ശ്രീ പരമേശ്വരനെ തന്നെ ഭർത്താവായി ലഭിക്കാൻ പിതാവിൻ്റെ അനുഗ്രഹത്തോടുകൂടി മഹാദേവനെ പൂജിക്കാനും തപസ് ചെയ്യാനും തുടങ്ങി. ഈ സമയത്താണ് താരകാസുരൻ്റെ ഉപദ്രവത്തിൽ നിന്നും ദേവന്മാരെ രക്ഷിക്കാൻ ശിവപുത്രന് മാത്രമേ സാധിക്കൂ എന്നതിനാൽ ദേവന്മാർ കാമദേവനോട് ശിവനെയും പാർവതി ദേവിയെയും ഒന്നിപ്പിക്കാനായി അഭ്യർത്ഥിച്ചു. ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് തപസനുഷ്ഠിക്കുകയായിരുന്ന പരമശിവന് നേരെ കാമദേവൻ പുഷ്പബാണം അയച്ചു. ഇതോടെ ശിവൻ്റെ യോഗനിദ്രയ്ക്ക് തടസ്സം വന്നു. അതിന് കാരണക്കാരനായ കാമദേവനെ പരമശിവൻ മൂന്നാം തൃക്കണ്ണ് തുറന്ന് കോപാഗ്നിയിൽ ദഹിപ്പിച്ചു. ഭർത്താവിൻ്റെ വിയോഗത്താൽ ദുഃഖിതയായ കാമദേവൻ്റെ പത്നി രതിദേവി ഊണും ഉറക്കവും ഇല്ലാതെ വിലപിക്കുകയും ശ്രീ പാർവതി ദേവിയോട് സങ്കടമുണർത്തിക്കുകയും ചെയ്തു. രതിദേവിയുടെ വിലാപത്തിൽ ദുഃഖിതയായ പാർവതി ദേവിയും ജലപാനം ഉപേക്ഷിച്ച് പരമശിവനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാവരുടെയും പ്രാർത്ഥനയിലും വ്രതാനുഷ്ഠാനങ്ങളിലും സംപ്രീതനായ പരമശിവൻ കാമദേവനെ പുനർജീവിപ്പിച്ചു. അതൊരു മകയിരം നാളിലായിരുന്നു. തുടർന്ന് പരമശിവൻ പാർവതി ദേവിയിൽ അനുരക്തനാവുകയും ദേവിയെ പത്നിയായി സ്വീകരിക്കുകയും ചെയ്തു. വിവാഹത്തിൽ പാർവതി ദേവി ആനന്ദിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് മകയിരവും തിരുവാതിരയും ചേർന്ന നാളിൽ തിരുവാതിര വ്രതം ആഘോഷിക്കുന്നത് എന്നാണ് ഐതിഹ്യം. തിരുവാതിര നാളിലെ വ്രതം ഇഷ്ടവിവാഹത്തിനും ഉത്തമ ദാമ്പത്യത്തിനുമായാണ് ആചരിക്കുന്നത്. മകയിരം നാളിലെ വ്രതം മക്കളുടെ ഐശ്വര്യത്തിനും പുണർദം നാളിലെ വ്രതം സഹോദരങ്ങൾക്ക് വേണ്ടിയുമാണ് ആചരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് ആദ്യമായി വരുന്ന തിരുവാതിര നാളിനെ പൂത്തിരുവാതിര നാൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ സന്താനങ്ങളുടെ ഉന്നതിക്കായിട്ട് മകയിരം നാളിൽ നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഡിസംബർ 26 ചൊവ്വാഴ്ച രാത്രി 10:21 വരെ മകയിര നക്ഷത്രവും തുടർന്ന് തിരുവാതിര നക്ഷത്രം ആരംഭിക്കുകയും ചെയ്യുന്നു. പിറ്റേന്ന് രാത്രി 11:29 തിരുവാതിര അവസാനിക്കുന്നു. ബുധനാഴ്ച രാത്രി വൈകിയും തിരുവാതിര ഉള്ളതിനാൽ തിരുവാതിര വ്രതവും ആർദ്ര ദർശനവും ഡിസംബർ 27 ബുധനാഴ്ച ആകുന്നു. വ്രതസമാപ്തി ഡിസംബർ 28 വെളുപ്പിനെ ആണ്. അവിവാഹിതരായ സ്ത്രീകൾ മംഗല്യസിദ്ധിക്ക് വേണ്ടി സ്വയംവര മന്ത്രം ജപിച്ച് തിരുവാതിര വ്രതം നോൽക്കുന്നത് വളരെയധികം ഉത്തമമാണ്. ഇഷ്ടവിവാഹത്തിന് ഇത് ഫലം സിദ്ധിക്കും.
അതേപോലെ തന്നെ ദാമ്പത്യ പ്രശ്നങ്ങൾ നേരിടുന്നവരും തിരുവാതിര വ്രതം എടുക്കുന്നത് വളരെയധികം ഗുണകരമാണ്. ദാമ്പത്യത്തിലുള്ള വിടവുകൾ നീങ്ങി വളരെയധികം സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകാൻ ഭഗവാൻ പരമശിവൻ്റെയും പാർവതിയുടെയും അനുഗ്രഹം ലഭിക്കുന്നതാണ്. വിവാഹിതർ ഈ തിരുവാതിര വ്രതം എടുക്കുകയാണെങ്കിൽ അവർക്ക് ദീർഘമാംഗല്യവും സന്തോഷകരമായ ദാമ്പത്യവും ഭഗവാൻ പരമശിവൻ്റെ അനുഗ്രഹത്താൽ ലഭിക്കുന്നതാണ്. മംഗല്യസിദ്ധിക്ക് വേണ്ടി തിരുവാതിര വ്രതം എടുക്കുന്ന സ്ത്രീകൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വയംവര മന്ത്രം ജപിക്കുക. കൂടാതെ ഗായത്രി മന്ത്രം 108 തവണ ജപിക്കേണ്ടതാണ്. തിരുവാതിര വ്രതം പൂർണ്ണ ഉപവാസമല്ല. മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കേണ്ടതാണ്. അരി ആഹാരം പാടില്ല. പഴങ്ങൾ, ഇളനീർ, എട്ടങ്ങാടി പുഴുക്ക് തുടങ്ങിയവ കഴിക്കാം. എട്ടങ്ങാടി പുഴുക്ക് എന്താണെന്ന് പറയാം. ചേന, ചേമ്പ്, കൂർക്ക, നനകിഴങ്ങ്, ചെറുചേമ്പ്, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, നേന്ത്രക്കായ എന്നിവ കനലിൽ ചുട്ട് പ്രത്യേകമായി തയ്യാറാക്കുന്ന ഒരു നിവേദ്യ പ്രസാദമാണ് എട്ടങ്ങാടി നിവേദ്യം പറയുന്നത്. അന്നേ ദിവസം അത് കഴിക്കേണ്ടതാണ്. ഈ പറഞ്ഞ മുഴുവൻ കിഴങ്ങ് വർഗ്ഗങ്ങളും നമുക്ക് ലഭ്യമാവണമെന്നില്ല. അതിനാൽ നമുക്ക് ലഭ്യമാവുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ എടുക്കുക. കനലിൽ ചുടാൻ സാധിക്കാത്തവർ ആവിയിൽ പുഴുങ്ങി ശർക്കര പാവ് കാച്ചി നാളികേരവും പഴവും വൻപയർ വേവിച്ചതും മറ്റും ചേർത്ത് ഭഗവാന് നിവേദിക്കാവുന്നതാണ്. നൈവേദ്യം ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്തമായിരിക്കും. നമുക്ക് എളുപ്പം ലഭ്യമാവുന്ന മധുരക്കിഴങ്ങ്, നേന്ത്രക്കായ, ചേമ്പ്, കൂർക്ക തുടങ്ങിയവ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. വ്രതത്തിനുള്ള മറ്റു ഭക്ഷണങ്ങളായി നമുക്ക് ഗോതമ്പ് കൊണ്ടുള്ള കഞ്ഞി, പഴവർഗ്ഗങ്ങൾ, കരിക്കുവെള്ളം തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ്. ഈ എട്ടങ്ങാടി നൈവേദ്യം മുറ്റത്ത് വിളക്ക് കത്തിച്ച് വെച്ച് തിരുവാതിര പാട്ടുകൾ പാടി സ്ത്രീകൾ തന്നെയാണ് നിവേദിക്കുന്നത്. നമുക്ക് പൂജാമുറിയിൽ ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ നിവേദിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ അരിയാഹാരവും മത്സ്യമാംസാദികളും ഉപേക്ഷിക്കേണ്ടതാണ്. ഗോതമ്പ് കൊണ്ടുള്ള പലഹാരങ്ങൾ കഴിക്കാം. പഴവർഗ്ഗങ്ങളും കഴിക്കാവുന്നതാണ്. തിരുവാതിര നാളിലെ അതിരാവിലെയുള്ള മറ്റൊരു പ്രധാന ചടങ്ങാണ് പാതിരാപ്പൂ ചൂടൽ. ദശപുഷ്പങ്ങളാണ് പാതിരാപ്പൂവായി അണിയുക. ക്രമത്തിൽ ഓരോ പുഷ്പങ്ങളായി എടുത്ത് ആ പുഷ്പങ്ങളുടെ ദേവതകളെ സ്മരിച്ചുകൊണ്ട് തലയിൽ ചൂടണം. പാതിരാപ്പൂ ചൂടലിന് പ്രത്യേകമായി തിരുവാതിര പാട്ടുകളൊക്കെ ചിട്ടയായിട്ടുണ്ട്. ഓരോ പുഷ്പത്തിനും ഓരോ ഫലങ്ങളാണ് പറയപ്പെട്ടിരിക്കുന്നത്. പൂവാങ്കുരുന്നില ദാരിദ്ര്യ ദുഃഖ ശമനത്തിനാണ്. കറുക ആദിവ്യാധിനാശം. നീലപ്പന പാപനാശത്തിനാണ്. കയ്യോന്നി എന്നും പറയും, പഞ്ചപാപ ശമനത്തിനാണ്. മുക്കൂറ്റി ഭർത്തൃസുഖത്തിനും പുത്രസിദ്ധിക്കുമാണ്. തിരുതാളി സൗന്ദര്യവർദ്ധകത്തിനാണ്. ഉഴിഞ്ഞ അഭീഷ്ടസിദ്ധിക്കാണ്. ചെറുവിള ദീർഘായുസിനുള്ളതാണ്. മുയൽ ചെവിയൻ മംഗല്യസിദ്ധിക്കുള്ളതാണ്. കൃഷ്ണക്രാന്തി, വിഷ്ണുക്രാന്തി എന്ന് ചിലയിടങ്ങളിൽ പറയും, വിഷ്ണുപ്രീതിക്കുള്ള പുഷ്പവുമാണ്. ഇതാണ് ദശപുഷ്പവും ദശപുഷ്പത്തിൻ്റെ ഫലങ്ങളും. ഈ ദശപുഷ്പങ്ങളാണ് പാതിരാപ്പൂ ചൂടലിന് തിരുവാതിര നാളിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ ഓരോ പുഷ്പത്തിൻ്റെയും ഫലങ്ങൾ നോക്കിയിട്ട് അവരവർക്ക് ലഭ്യമാവുന്ന പുഷ്പം തലയിൽ ചൂടിയാൽ ആ ഫലം നമുക്കും അനുഭവപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. ഈ മഹത്തായ തിരുവാതിര നാളിൽ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതും ഉമാമഹേശ്വര സ്തോത്രം ജപിക്കുന്നതും സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും ശിവശക്തി പ്രീതിക്ക് വളരെ നല്ലതാണ്. ദാമ്പത്യ കലഹം അനുഭവിക്കുന്നവർക്ക് ഒരു കാര്യം പ്രത്യേകമായി ചെയ്യാം. ശിവക്ഷേത്രത്തിൽ തിരുവാതിര നാളിൽ ദമ്പതികളുടെ പേരും നാളും ഒറ്റ ചീട്ടിലെഴുതി ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ ഉത്തമമാണ്. തിരുവാതിര നാൾ വിവാഹിതർ തീർച്ചയായിട്ടും നെറുകയിൽ കുങ്കുമം തൊടേണ്ടതാണ്. അപ്രകാരം ചെയ്യുന്നത് ദീർഘമാംഗല്യത്തിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയാണ്. തിരുവാതിരയുടെ നാൾ നാം ശിവപുരാണം, ശിവസഹസ്രനാമം, ഉമാമഹേശ്വര മന്ത്രങ്ങൾ, സ്തോത്രങ്ങൾ തുടങ്ങിയവ ജപിക്കാവുന്നതാണ്.
കൂടാതെ ശിവപഞ്ചാക്ഷര മന്ത്രമായ ഓം നമ ശിവായ 108 തവണ ജപിക്കേണ്ടതാണ്. ശിവപഞ്ചാക്ഷര മന്ത്രം 5 അക്ഷരമുള്ള നമ ശിവായ ആണ്. നാം ജപിക്കുന്ന മന്ത്രങ്ങൾക്കൊപ്പം ഓംകാരം ഉപയോഗിക്കുന്നത് ശരിക്കും ഒരു ഗുരുവിൻ്റെ മുഖത്തു നിന്ന് ഇത് പഠിച്ചതിന് ശേഷം മാത്രമാണ് ഓംകാര ശബ്ദം ഉപയോഗിക്കാവുന്നത്. നാം ഏവരും നമ്മുടെ ബാല്യകാലത്തിൽ നമ്മുടെ മാതാപിതാക്കളുടെ മുഖത്തു നിന്നോ കുടുംബത്തിലെ മുതിർന്നവരുടെ മുഖത്തു നിന്നോ ഈ ഓംകാര ശബ്ദം അവർ ചൊല്ലുന്നത് കേട്ടാണെങ്കിലും നാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നാം ജപിക്കുന്ന ഈ ഓംകാര ശബ്ദത്തിൻ്റെ നമ്മുടെ ഗുരു നമ്മുടെ വീട്ടിലെ മുതിർന്നവർ ആരാണോ അവർ തന്നെയാണ്. അങ്ങനെ നമുക്ക് അവരെ ഗുരുവായി സങ്കല്പിച്ച് നാം ജപിക്കുന്ന മന്ത്രങ്ങളുടെ മുൻപായി ഓംകാരം ചേർക്കാവുന്നതാണ്. ഓംകാരം ചേർക്കാതെയും നമ ശിവായ എന്ന് ജപിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പറയപ്പെടുന്നത്. ഈ ധനുത്തിരുവാതിര നാളിൽ ഏവർക്കും ശ്രീ പരമേശ്വരൻ്റെയും ശ്രീ പാർവതി ദേവിയുടെയും നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.